ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെല്ലുന്നതും സാർ എന്ന് വിളിക്കും. ഒരച്ഛൻ്റെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പറയും, ഇങ്ങ് അടുത്തേക്ക് വാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെടുന്നതും ഷൗട്ട് ചെയ്യുന്നതൊക്കെ. എനിക്ക് തന്നെ അറിയില്ല എൻ്റെ മാനസികാവസ്ഥ എന്താന്ന്. എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അതിൻ്റെ അടിത്തട്ടിൽ ഒരു വേദന ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നിനക്കേ അത് മനസ്സിലാവത്തുള്ളൂ. നിന്റെ ജന്മരഹസ്യം ഞാൻ അറിഞ്ഞപ്പോൾ നീ ആകെ പേടിച്ചു, നിനക്കാകെ സങ്കടം വന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയണേ. ഇനി നീ അതോർത്ത് കരയരുത്, വിഷമിക്കരുത്. എനിക്ക് നിന്റെ അടുത്ത് സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ എന്നെ തന്നെ ഒരുപാട് തവണ അരിച്ചരിച്ചു നോക്കി, ദേഷ്യമുണ്ടോ വിരോധമുണ്ടോ എന്നൊക്കെ. പക്ഷേ ഇല്ല, സ്നേഹം മാത്രമേ ഉള്ളൂ മോളോട്. നീ വൈജയന്തിയുടെ മോളല്ല കേട്ടോ, നീ എന്റെയാ, എന്റെ മോളാ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എന്നിട്ട് തോളത്തൊക്കെ പിടിച്ചിട്ട് പറയും, സാരല്ല, വിഷമിക്കണ്ട, നിന്നെ എന്നിൽ നിന്ന് പിരിക്കാൻ ആർക്കും പറ്റത്തില്ല, ഞാൻ അതിന് സമ്മതിക്കത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കണം, നിനക്ക് ഞാനുണ്ടെന്ന ഓർമ്മ എപ്പോഴും വേണം. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയോട് പോയിക്കോളാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അലീനയാണെങ്കിൽ റൂമിൽ നിന്ന് ഇറങ്ങി വീണ്ടും ബാലേന്ദ്രന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, ചെല്ല് പോയിക്കോ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ അലീന ഇങ്ങനെ ഇറങ്ങി പോകുന്നത് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന